ലൈവിലിപ്പോൾ പണപ്പെട്ടി ഡിസ്കഷനാണ് കേട്ടോ. പണപ്പെട്ടി എടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് പട്ടായ ഗേൾസ്. ഇതിൽ ആരെങ്കിലും ഒരാൾ പണപ്പെട്ടി എടുത്ത് പോകും. അനുമോൾ എന്തായാലും എടുക്കാൻ സാധ്യതയില്ല. ബാക്കിയുള്ള രണ്ടുപേരിൽ ഒരാൾ പണപ്പെട്ടി എടുക്കും. പണപ്പെട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് സാബുമാൻ. പണപ്പെട്ടിയെക്കുറിച്ച് ഇവർ ഡിസ്കസ് ചെയ്യുമ്പോൾ സാബുമാന് തോന്നി ഇവർ പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് സാബുമാൻ എടുത്തിട്ട് പോകുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വരാനുള്ളത് പണപ്പെട്ടി മാത്രമാണ്. എനിക്കില്ല എല്ലാ സീസണിലും ഉള്ളതല്ല. അപ്പോൾ ഈ സീസണിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ കുടുംബാംഗങ്ങൾ. അല്പസമയം മുമ്പ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിലയും നോറിയും അനുമോളും തമ്മിലുള്ള ഡിസ്കഷനാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പണപ്പെട്ടിയെക്കുറിച്ചാണ്. അടുത്ത ആഴ്ചയിൽ പണപ്പെട്ടി അല്ലേ, അപ്പോൾ ഇനി പണപ്പെട്ടി വരുമോ, ഇത്ര ടാസ്കും കഴിഞ്ഞ് പണപ്പെട്ടി ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ആദിലൊക്കെ ഉണ്ട്. കാരണം ആദിൽ നേരത്തെ കണക്കൂട്ടി വെച്ചിരിക്കുകയാണ് പണപ്പെട്ടി എടുത്തിട്ട് പോകണമെന്ന്. ടിക്കറ്റ് ടു ഫിനാലെ ഏതാണ്ട് നൂറൊക്കെ ഉറപ്പിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് നൂറ് ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയിൽ നൂറ് അടിച്ചു കഴിഞ്ഞാൽ നൂറ് ടോപ്പ് 5-ലെത്തും. പിന്നെയുള്ളത് പെട്ടിയാണ്. ആ പെട്ടിയും കൊണ്ട് പോവാമെന്ന് അതിലങ്ങോട്ട് നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിവർ ഡിസ്കസ് ചെയ്യാണ്. ഇനിയിപ്പോൾ പെട്ടിയൊക്കെ ഉണ്ടാകുമോ ഉണ്ടാവില്ലേ, ഒന്നും അറിയുന്നില്ല. ഈ ടെൻഷനിലാണ് അവർ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല എല്ലാ സീസണിലും ഉണ്ടെങ്കിൽ ഈ സീസണിലും ഉണ്ടാകുമെന്ന്. അപ്പോഴാണ് തൊട്ടപ്പുറത്തുനിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് സാബുമാൻ പറയുന്നത് പണപ്പെട്ടി ഉണ്ടാകുമോ? അപ്പോൾ ആ പണപ്പെട്ടി ഉണ്ടാകും, എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട്. ആ പണം എടുത്തിട്ട് പോവാം. അപ്പോൾ ആണോ, പണം എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ലേ? അപ്പോൾ അതിൽ പറഞ്ഞ് പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളോടൊന്ന് പോകണം, നമുക്ക് പിന്നെ ഇവിടെ കയറാൻ പറ്റില്ല. ഓ അങ്ങനെയുണ്ടല്ലേ എന്ന് സാബുമാൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായൊരു ധാരണ ഉണ്ട്. നമ്മൾ പറയണ പോലെ ബീൻ ബാഗ് മാത്രമല്ല കേട്ടോ സാബുമാന് കുറച്ച് ചിന്തിച്ച് ചെയ്യുന്നുണ്ട്. ആൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ചയാണ് കേട്ടോ ബിഗ് ബോസ് വീട് ഇത്രയും മോശമായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സാബുമാന് റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് മാന്യമായ രീതി. പണപ്പെട്ടിയുടെ കാര്യത്തിൽ സാബുമാന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മിക്കവാറും ആദിലിനെ കണ്ണുവെട്ടിച്ച് സാബുമാൻ പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. ആദിലെ എല്ലാവർക്കും ക്ലൂ കൊടുക്കുന്നുണ്ട് താൻ പണപ്പെട്ടി എടുത്ത് പോകുമെന്ന്. പക്ഷേ സാബുമാൻ ആർക്കും ഒരു ക്ലൂ കൊടുക്കുന്നില്ല കേട്ടോ താൻ പണപ്പെട്ടി എടുത്ത് പോകുന്നു. പക്ഷേ സാബുമാൻ്റെ നോട്ടവും അതിനെക്കുറിച്ചുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയും ക്യൂരിയോസിറ്റിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സാബുമാൻ പണപ്പെട്ടി എടുത്തിട്ട് പോകുന്നു. ഈ വെക്കറ്റിൽ പോയില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സാബുമാൻ ആയിരിക്കും പണപ്പെട്ടി എടുത്ത് പോവുക. എല്ലാത്തിനും അപ്പുറം ഇത് 7ൻ്റെ പണിയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുപോലെ ഇങ്ങനെ പണപ്പെട്ടി വീട്ടിൽ വെക്കുന്നു, ഇഷ്ടമുള്ള എടുത്തിട്ട് പോകാം, ഇഷ്ടമുള്ള എമൗണ്ട് എടുത്തിട്ട് പോകാം എന്നൊന്നും ആയിരിക്കില്ല ബിഗ് ബോസ് വയ്ക്കുന്ന പണി. 7ൻ്റെ പണിയായതുകൊണ്ട് നല്ല കിട്ടില പണിയായിട്ടായിരിക്കും പണപ്പെട്ടി വരുന്നത്. ആ പണി എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിവിനെ വലിച്ചു കീറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ക്യാപ്റ്റന്മാർ 3 പേരും കിടന്ന് ഉരുകുകയാണ്. പിന്നെ ഷാനവാസ് വീടിനകത്തേക്ക് ചിലപ്പോൾ കയറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.